അകത്ത് കയറിയിട്ടും അവരൊന്നും ചെയ്തില്ല. രണ്ടുപേരും സിസ്റ്ററും ഡോക്ടറും കൂടെ സോഡിയം കുറഞ്ഞതാണോ കാൽസ്യം കുറഞ്ഞതാണോ എന്ന് ചർച്ച ചെയ്യുന്നതല്ലാതെ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ ഞാനാണ് പറഞ്ഞത് ആവി കൊടുക്കാനായിട്ട്. അപ്പോൾ സിസ്റ്റർ വെറുതെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ആവി തരുമായിരുന്നു. ഞാൻ വീണ്ടും ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഓക്സിജൻ തന്നത്. വീണ്ടും ആ സമയമൊക്കെ കുഴഞ്ഞങ്ങ് വീഴുമായിരുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി അടുത്തുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ഞാനൊന്ന് ഈ ഓക്സിജൻ ഒന്ന് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ചു. ആ സമയം പുള്ളിക്കാരൻ്റെ ബോധം അങ്ങ് പോയി. പക്ഷേ അവരൊക്കെ പറയുന്നത് എല്ലാം തന്നു എന്നാണ്. ഒരു 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 രീതിയിലുള്ള ചികിത്സയും തന്നിട്ടില്ല. അന്ന് എന്തെങ്കിലും ഒരു ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസിൽ ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ല. ആംബുലൻസിലോട്ട് കയറ്റുന്ന വഴി ഈ പുള്ളി ഫുള്ള് ബോധം പോയിട്ട് മൂക്കിൽ നിന്ന് ഇങ്ങനെ പത വരുന്നുണ്ടായിരുന്നു. ആ സമയം ഞാൻ പറഞ്ഞു ഒന്ന് CPR കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ നഴ്സ് എന്നോട് പറഞ്ഞു ഒന്ന് നോയിക്കൊണ്ടിരിക്കാതെ പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടു. ഞാനിവിടെ ചേർന്നാണ് ആംബുലൻസിലോട്ട് കയറ്റിയത്. അത് വെറും ഒരു ഓട്ടോറിക്ഷ പോലെ എന്ന് പറയാനേ ഉള്ളൂ. അവിടെ ഓക്സിജനും ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് CPR എങ്കിലും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. അതും കൊടുത്തിരുന്നില്ല. ആംബുലൻസിലാണെങ്കിൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നത് പട്ടി കയറാതിരിക്കാനായിട്ട് ഗ്രില്ല് അടച്ചിട്ടെന്നാണ്. 3 ഗ്രില്ല് അകത്തുനിന്ന് മൂന്ന് വാതിൽ പൂട്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു പട്ടി 3 വാതിൽ കടന്നങ്ങ് അകത്ത് കയറുമോ? ശരി, പട്ടിയാണെങ്കിൽ പുറത്ത് വന്ന് നിൽക്കുന്നവരും അവർക്ക് പട്ടിയെ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പട്ടിയെ പോലെയല്ല, പട്ടിയേക്കാൾ പട്ടിയുടെ അത്ര വില പോലും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ കാണിക്കുന്നത്. ജാസ്മിൻ, ഈ പറയുന്ന അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണാം. ജാസ്മിൻ ശ്വാസം മുട്ടുന്ന ഭർത്താവിനടുത്ത് നിന്ന് ഈ ഗ്രില്ലിലേക്ക് വരുന്നതും അങ്ങോട്ട് പോകുന്നതും പിന്നെ വരുന്നതും പോയി നെഞ്ച് തടവി കൊടുക്കുന്നതും തിരികെ വരുന്നതും ഒക്കെ കാണാം. അവിടെ നിന്ന് ആവർത്തിച്ച് വിളിക്കുന്നുണ്ടല്ലോ. ഭർത്താവും ബിസ്മീറും അവിടെ നിന്ന് കരഞ്ഞു പറയുന്നുണ്ട്. എന്നിട്ട് അകത്തുനിന്ന് ആരാണ് പുറത്തേക്ക് വരുന്നത്? അവർക്ക് പെട്ടെന്ന് ഗ്രില്ല് തുറക്കാൻ പറ്റിയോ? 3 ഗ്രില്ലും ഇല്ല, അവർ ഉറങ്ങിക്കിടക്കുമായിരുന്നു. നന്നായിട്ട് ഉറക്കത്തിലായതുകൊണ്ട് അവർക്ക് വാതിൽ പെട്ടെന്ന് പൂട്ടിങ്ങനെ തുറക്കാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നുണ്ടെന്ന് ഓടി വരുമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഉറക്കെ രക്ഷിക്കണേ, എനിക്ക് മക്കളുണ്ടെന്നും പറഞ്ഞിട്ട് കീറി വിളിക്കുന്നത് കേട്ടിട്ട് പുറത്തുനിന്നൊരു സെക്യൂരിറ്റിയാണ് വന്നത്. അയാൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ 3 ഗ്രില്ലും തുറന്നു വരുന്നത്. ഈ 3 ഗ്രില്ലും നമ്മൾ വീട്ടിൽ പോലും ഒരു വാതിലല്ലേ ഉള്ളൂ. എന്തിനാ ഈ 3 വാതിലൊക്കെ പൂട്ടിയിട്ട് അവർ പോയി കിടന്ന് ഉറങ്ങുന്നത്? അങ്ങനെ ഉറങ്ങാനാണെങ്കിൽ എന്തിനാ നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ വെച്ചിരിക്കുന്നത്?